യേശു കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത്? തൻ്റെ മണവാട്ടിയെ, തൻ്റെ എൻ്റെയും ആർമിയെ സപ്താത്മാക്കൾ കൊണ്ട് നിറയ്ക്കുവാൻ പോകുന്നു. ഒരു ഗ്രേറ്റ് ഡാർക്ക്നെസ് ഈ ഭൂമി മുഴുവൻ വ്യാപിക്കാൻ പോകുന്നു. കുഞ്ഞാടിൻ്റെ എല്ലാ അധികാരവും ശക്തിയും കുഞ്ഞാടിൻ്റെ എല്ലാ നോളജും അവൻ്റെ ആ കംപ്ലീറ്റ് അതോറിറ്റി ആൻഡ് പവർ ഭൂമിയിലേക്ക് അയക്കാൻ പോവുക. അങ്ങനെ അയക്കുന്നത് ത്രൂ ദ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. സപ്താത്മാക്കളാണ്. യേശു കർത്താവിന് ഇപ്പോൾ എന്തുണ്ട്? 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ഉണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഹി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോൾ യേശു കർത്താവിൻ്റെ 7 കണ്ണുകളുണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ് ദ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. അപ്പോൾ യേശു കർത്താവിൻ്റെ 7 സപ്താത്മാക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അതാണ് ശരിക്കും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത്. ആ സപ്താത്മാക്കളെ യേശു കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു? ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നു. Oh Jesus, I thank you. Hallelujah. So these are the 7 spirits of God sent into all over the earth. ഭൂമി മുഴുവൻ സപ്താത്മാക്കളെ യേശു അയക്കാൻ പോകുന്നു. അതിന് കാരണം എന്താണ്? യേശു കർത്താവിന് ഇപ്പോൾ സപ്താത്മാക്കളെ അയക്കാനുള്ള അധികാരവും ശക്തിയുണ്ട്. ക്രിസ്തീയ ലൈഫിനകത്ത് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓവർകം ദ ഡെവിൾ ആൻഡ് ദ സ്കീംസ് ഓഫ് ദ ഡെവിൾ. ആസ് ലോങ് ആസ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തലങ്ങളിൽ പൈശാചിക ശക്തികൾ, ജസബലിൻ്റെ സ്പിരിറ്റുകൾ, അസ്ത്രോദിൻ്റെ സ്പിരിറ്റുകൾ, ഡ്രാഗൻ്റെ സ്പിരിറ്റുകൾ, അവരൊക്കെ തന്നെ നമ്മുടെ ചിന്തകളെ വഞ്ചിക്കാൻ, നമ്മുടെ വ്യത്യസ്ത മേഖലകളെ വഞ്ചിക്കാൻ നോക്കുമ്പോൾ, നമ്മളെ പീഡിപ്പിക്കാൻ നോക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവനെ അറ്റാക്ക് ചെയ്ത് അവനെ തകർത്ത് തോൽപ്പിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവർ കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യത്തിൻ്റെ വചനത്താലും അവനെ, സാത്താനെ തോൽപ്പിച്ചു, ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫിനകത്ത് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓവർകം ദ എനിമി. ഇന്ന് ശുശ്രൂഷകൾക്കകത്തും ഇന്നത്തെ പ്രസംഗങ്ങൾക്കകത്തും ദൈവമക്കളെ ആരും ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്ന ഒരു വ്യാജ ചിന്തയാണ് പല ദൈവമക്കളുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിരാശാപൂർണ്ണമായിരിക്കുന്നത്. എപ്പോഴും ഓർത്തോണം പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ വളർച്ചയും മിനിസ്ട്രികളുടെ ഉയർച്ചയും എപ്പോഴും ഒറ്റ ഒരു പ്രിൻസിപ്പിളാണ് ശരിക്കും. ഒരു പൈശാചിക തലത്തെ ജയിക്കുമ്പോൾ മാത്രമേ അടുത്ത തലത്തിലേക്ക് ഉയരത്തുള്ളൂ. താങ്ക് യു ജീസസ്. ആ തലത്തെ നമ്മൾ അടുത്ത തലത്തിൽ ഒരു പൈശാചിക കലമുണ്ട്, അതിനെ നമ്മൾ തകർക്കുമ്പോൾ മാത്രമേ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പൈശാചിക തലങ്ങളെ ജയിക്കണം, വിജയിക്കണം എന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. എന്തായാലും വേഗം വിഷയത്തിലേക്ക് കിടക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനഭാഗങ്ങൾ അവിടെ പറയുന്നു. സിംഹാസനസ്ഥൻ്റെ വലതു കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ഹല്ലേലൂയ. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ ദയവേത് നിങ്ങൾക്ക് ശുശ്രൂഷകളൊന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അനേകം പേർക്ക് ഈ സമയത്ത് കടന്നു വന്ന് കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കാൻ അത് കാരണമാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. വെളിപ്പാട് 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, സിംഹാസനസ്ഥൻ്റെ വലതു കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. നമ്മൾ മീറ്റിങ്ങിനകത്ത്, മെൻറ്ററിംഗ് ക്ലാസ്സിനകത്ത് സ്ക്രോൾസുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എൻഡ് ടൈമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ക്രോൾസ്. സ്പിരിച്വൽ തലത്തിൽ നിന്നും, ആത്മീയ തലത്തിൽ നിന്നും, സ്വർഗീയ തലങ്ങളിൽ നിന്നും എങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്കും സ്ക്രോളുകൾ ലഭിക്കുന്നത്, എങ്ങനെയാണ് ആ സ്ക്രോളുകൾ ആത്മീയ തലത്തിൽ റിലീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ക്രോളുകളിൽ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മെൻറ്ററിംഗ് ക്ലാസ്സിനകത്ത് വളരെ ആഴത്തിൽ 3-4 ക്ലാസ്സുകളെടുത്ത് ഞാനത് പഠിപ്പിച്ച വിഷയമാണ്. ഇന്ന് നമ്മുടെ വിഷയം അതല്ല, പക്ഷേ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ചേർത്ത് നമ്മളത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വചനം പറയുന്നു, ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്തുവാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാനും അർഹതയുള്ള ആരുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഒരു ശക്തനായ ദൂതൻ ഇവിടെ സിംഹാസനത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ വലത് കൈയിൽ ഒരു സ്ക്രോളുണ്ട്, സപ്തമുദ്രകൾ പതിപ്പിച്ച ഒരു സ്ക്രോളുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ആ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു ദൂതൻ ചോദിക്കുകയാണ്, ഈ ചുരുൾ നിവർത്തുവാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കുവാനോ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ സ്വർഗം, ഭൂമി, ഭൂമിക്കടി എന്നൊക്കെ പറയാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വർഗത്തിൽ ആരാണുള്ളത്? ദൈവിക ദൂതന്മാരുണ്ട്, വിശുദ്ധരുണ്ട്, അല്ലേ? ദൈവിക വിശുദ്ധരുണ്ട്. അപ്പോൾ സ്വർഗത്തിലുള്ള ഒരാൾക്കുമോ, 2 ഭൂമിയിലോ, ഭൂമിയിൽ ആരാണ് ഇപ്പോഴുള്ളത്? നമ്മളുണ്ട്, അല്ലേ? അപ്പോൾ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോ ഭൂമിക്കടിയിലോ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റ് സ്പിരിറ്റുകൾക്കോ ആർക്കും ഈ ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കുവാനോ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പം പിന്നെ വചനം അടുത്ത ഭാഗത്ത് പറയുകയാണ്, ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ, യോഹന്നാൻ, അപ്പസ്തോലനായ യോഹന്നാൻ വളരെയേറെ കരഞ്ഞു.
അപ്പോൾ അപ്പസ്തലനായ യോഹന്നാൻ ഇവിടെ കരയുവാനുള്ള കാരണം എന്ന് പറയുന്നത് പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ചുരുൾ, അതിനകത്താണ് എൻഡ് ടൈമിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും രഹസ്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോഗ്യതയുള്ള ഒരു വ്യക്തി ആ ചുരുൾ കരസ്ഥമാക്കി ആ ചുരുൾ പൊട്ടിച്ചാൽ മാത്രമേ അതിനകത്തുള്ള രഹസ്യങ്ങൾ, മർമ്മങ്ങൾ എനിക്ക് നിങ്ങൾക്കും അറിയാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് അപ്പസ്തലനായ യോഹന്നാൻ അവിടെ വലിയ വായിൽ കരയുകയാണ്, പറയുകയാണ്, ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കുവാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, അവന് ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. അപ്പം ഇവിടെ യേശു കർത്താവിനും എന്ത് ചെയ്യാൻ സാധിക്കും? ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ് ഇവിടെ അപ്പസ്തലനായ യോഹന്നാൻ പറയുന്നത്. ദാവീദിന്റെ വേരുമായവൻ, യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്ത് ചെയ്തിരിക്കുന്നു? വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മീയ തലത്തിലുണ്ടല്ലോ, ചില സമയത്ത് സ്പെഷ്യൽ പ്രിവിലേജുകൾ, സ്പെഷ്യൽ ആക്സസ്സുകൾ ഒക്കെ ലഭിക്കണമെങ്കിൽ ഗേറ്റ് വേസിൻ്റെ ആക്സസ്സുകൾ, രാജ്യങ്ങളിലേക്കുള്ള കീകൾ, കോണ്ടിനെൻറ്റുകളിലേക്കുള്ള ആക്സസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിജയിക്കണം. അപ്പം ഇവിടെ പറയുന്നു, യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവനെ, ആ വിജയിച്ചവനെ ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം ഒക്കെ പരിശോധിക്കുമ്പോൾ യേശു കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? വിജയിക്കുന്നവനെ ഞാൻ ജീവന്റെ കിരീടം കൊടുക്കും, വിജയിക്കുന്നവന് എൻ്റെ പിതാവിൻ്റെ കൂടെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും, വിജയിക്കുന്നവനെ ഞാൻ അവിടെ പറയുന്ന വിജയിക്കുന്നവന്, ഓവർകം ചെയ്യുന്നതിന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ലൈഫിനകത്ത് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓവർകം ദ ഡെവിൾ and the schemes of the devil. ആസ് ലോങ് ആസ് നമ്മൾ ഈ ഭൂമിയിൽ കാലം വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത തലങ്ങളിൽ പൈശാചിക ശക്തികൾ, ജസബലിൻ്റെ സ്പിരിറ്റുകൾ, അസ്ത്രോദിൻ്റെ സ്പിരിറ്റുകൾ, ഡ്രാഗൻ്റെ സ്പിരിറ്റുകൾ, അവരൊക്കെ തന്നെ നമ്മുടെ ചിന്തകളെ വഞ്ചിക്കാൻ, നമ്മുടെ വ്യത്യസ്ത മേഖലകളെ വഞ്ചിക്കാൻ നോക്കുമ്പോൾ, നമ്മളെ പീഡിപ്പിക്കാൻ നോക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവനെ അറ്റാക്ക് ചെയ്ത് അവനെ തകർത്ത് തോൽപ്പിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, അവർ കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യത്തിൻ്റെ വചനത്താലും അവനെ, സാത്താനെ തോൽപ്പിച്ചു, ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫിനകത്ത് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓവർകം ദ എനിമി. ഇന്ന് ശുശ്രൂഷകൾക്കകത്തും ഇന്നത്തെ പ്രസംഗങ്ങൾക്കകത്തും ദൈവമക്കളെ ആരും ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്ന ഒരു വ്യാജ ചിന്തയാണ് പല ദൈവമക്കളുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിരാശാപൂർണ്ണമായിരിക്കുന്നത്. ഈ മിനിസ്ട്രിയിലൂടെ ആദ്യകാലം മുതൽ എൻ്റെ വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, മൈ ലൈഫ് ഈസ് എ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. പലരും പ്രസംഗിച്ചതുപോലെയല്ല, അതിനകത്ത് ഒത്തിരി കോൺകറിങ് വേണം. ഓരോ ദിവസവും ഞാൻ ഇന്നും ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഐ എം ഓൺ എ 7 days fasting. ഓക്കെ, സോ ഐ ഫീൽ ലോട്ട് ഓഫ് സ്പിരിച്വൽ റെസിസ്റ്റൻസ്. സോ ഐ ഹാവ് ടു കീപ് ഫൈറ്റിംഗ് ആൻഡ് ഫൈറ്റിംഗ്. ആൻഡ് ദ ഫാദർ ഗോഡ് ഈസ് ലുക്കിംഗ് ആൻഡ് ടു മീ. പിതാവായ ദൈവം നോക്കുവാണ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നുണ്ടോ, ഫൈറ്റ് ചെയ്യുന്നുണ്ടോ. കാരണം ആ തലത്തെ ഞാൻ വിജയിച്ചാൽ മാത്രമേ ഈ മിനിസ്ട്രിയുടെ അടുത്ത തലത്തിലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എപ്പോഴും ഓർത്തോണം പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ വളർച്ചയും മിനിസ്ട്രികളുടെ ഉയർച്ചയും എപ്പോഴും ഒറ്റ ഒരു പ്രിൻസിപ്പിളാണ് ശരിക്കും. ഒരു പൈശാചിക തലത്തെ ജയിക്കുമ്പോൾ മാത്രമേ അടുത്ത തലത്തിലേക്ക് ഉയരത്തുള്ളൂ. താങ്ക് യു ജീസസ്. ആ തലത്തെ നമ്മൾ, അടുത്ത തലത്തിൽ ഒരു പൈശാചിക തലമുണ്ട്, അതിനെ നമ്മൾ തകർക്കുമ്പോൾ മാത്രമേ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പൈശാചിക തലങ്ങളെ ജയിക്കണം, വിജയിക്കണം എന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനമാണ് ഇന്ന് നമ്മളുടെ സംസാര വിഷയം. വേഗം നിങ്ങൾ വചനഭാഗം എടുത്താട്ടെ, നമ്മൾ ഒരുമിച്ച് ആ ഭാഗത്തെ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു, ചിന്തിക്കാൻ പോകുന്നു. അവിടെ പറയുന്നു, അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകണമെങ്കിൽ വെളിപ്പാട് പുസ്തകം നമ്മൾ 4-ാം അധ്യായം കൂടെ പരിശോധിച്ചാൽ മാത്രമേ, സിംഹാസനമുണ്ട്, അതിന് ചുറ്റും 4 ജീവികളുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട് എന്നൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അവരുടെ മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ, ശ്രദ്ധിച്ചേ, കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നു. പിതാവിൻ്റെ കയ്യിൽ ഒരു സ്ക്രോളുണ്ട്, 7 മുദ്രകൾ പതിപ്പിച്ച സ്ക്രോളുണ്ട്. പിതാവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒരു ദൂതനുണ്ട്, അപ്പസ്തോലനായ യോഹന്നാനുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്. അവരുടെ നടുവിൽ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്? ഒരു കുഞ്ഞാട് പ്രത്യക്ഷപ്പെടുകയാണ്. ആ കുഞ്ഞാട് എന്താണ്? കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട്.
താങ്ക് യു ജീസസ്. അപ്പോൾ ഇവിടെ യേശു കർത്താവ് ഒരു ലാമ്പിൻ്റെ രൂപമെടുത്ത് ആ സമയത്ത് അവിടെ വരികയാണ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയ ജീവിതത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു മർമ്മം എന്ന് പറയുന്നത് യേശു കർത്താവിന് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പറഞ്ഞു യൂദാ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് പറയുമ്പോൾ അതൊരു ടൈറ്റിൽ മാത്രമല്ല, യേശു കർത്താവിന് ഒരു ലയനിൻ്റെ രൂപമെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യേശു കർത്താവിന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കുഞ്ഞാടിൻ്റെ രൂപമെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ട സമയത്ത് പലപ്പോഴും ഐ ഹാവ് സീൻ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് യേശു കർത്താവ് ഈ കഴുകൻ ഈഗിളിൻ്റെ പുറത്ത് ട്രാവൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകൾ തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ശരിക്കും സാത്താനും വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അവനെ പുരാതന സർപ്പം എന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വിളിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലൂസിഫറിന്, സൈറ്റിന്, സാത്താന്, ഡെവിളിന് അവനെന്താ സർപ്പത്തിൻ്റെ രൂപമെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് ചില സമയത്ത് he will say I am the serpent. Okay, are you the ancient serpent? Yes, I am the ancient serpent. He will come. Sometimes അവൻ അങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ I am the dragon എന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, are you the red dragon? Yes. ഈ ഡ്രാഗണും സർപ്പനും എന്നുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ഈസ് വെരി ആംഗ്രി. when he is very angry he take the shape of the dragon. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഈ റെഡ് ഡ്രാഗൺ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, വെൻ ഹി ഈസ് വെരി വെരി ആംഗ്രി ഹി ടേക്സ് ദ ഫോം ഓഫ് എ ഡ്രാഗൺ. ഡ്രാഗൺ ഈസ് സോ പവർഫുൾ, വെരി ആംഗ്രി ബീയിങ് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ പറയുന്നു ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ യേശു കർത്താവ് ഹി വാസ് സ്ലെയിൻ അല്ലേ, ഹി വാസ് ദ ലാം ദാറ്റ് വാസ് സ്ലെയിൻ. യേശു കർത്താവ് ഒരു കുഞ്ഞാടിൻ്റെ രൂപമെടുത്ത് എന്താണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ക്രോൾ, ആ ചുരുൾ വാങ്ങിച്ചത് തുറക്കണം. അതിനുവേണ്ടി യേശു കർത്താവ് ഒരു കുഞ്ഞാടിൻ്റെ രൂപമെടുത്ത് കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാടിൻ്റെ രൂപത്തിൽ അവിടെ നിൽക്കുന്നു. ശ്രദ്ധിച്ചേ, ഇനി അടുത്ത വാക്യമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവിടെ പറയുന്നു അവനെന്ന് പറഞ്ഞ ആരാണ്? ആ കുഞ്ഞാടിനെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അവനെ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞാടിനെ ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. അതിന് കാരണം യേശു കർത്താവ് ഒരു കുഞ്ഞാടിൻ്റെ രൂപമെടുത്താണ് ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ ആ സ്ക്രോള്, ചുരുള് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അവിടെ പറയുന്നു അവന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ട്. അടുത്ത വാക്യം പറയുന്നു ഈ കണ്ണുകളാകട്ടെ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അവിടെ പറയുന്നു കുഞ്ഞാടിന് എന്തുണ്ട്? 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ട്. ഈ കണ്ണുകളാകട്ടെ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ആൻഡ് ദ ലാം ഹാവിംഗ് 7 horns and 7 eyes which are the 7 spirits of God sent out into all the earth. അപ്പം ഈ ഒരു വചനഭാഗത്തെയാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. എന്താണ് ശരിക്കും കുഞ്ഞാടിൻ്റെ ശിരസിലുള്ള 7 കൊമ്പുകൾ? എന്താണ് കുഞ്ഞാടിൻ്റെ 7 കണ്ണുകൾ? ഹല്ലേലൂയ. അതിൻ്റെ എൻഡ് ടൈമിലുള്ള സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് ഇന്നൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്പസമയം ഇന്ന് എനിക്കൊന്ന് വർഷിപ്പ് ഒന്ന് നീണ്ടുപോയെന്ന് തോന്നുന്നു. സമയം 11:51 ഹല്ലേലൂയ. നിങ്ങൾക്ക് ബോറടിച്ചില്ലെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അല്പം കൂടെ വേഗം ഞാൻ സംസാരിച്ച് തീർക്കാവുന്നത് വിഷയം. ഇത് സംസാരിച്ച് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ വിഷയം തുടരും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം വിശുദ്ധ ലിഖിതങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ, ശരിയായ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആ വചനഭാഗങ്ങളെ പഠിച്ചാൽ നമുക്ക് വലിയ അർത്ഥങ്ങളും ആഴങ്ങളും അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ജനറലായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഘടനയെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്താണ്? മഹത്വീകരിക്കപ്പെട്ട യേശു കർത്താവിനെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം 7 സഭകൾക്കുള്ള മെസ്സേജാണ്. ഞാൻ പറഞ്ഞു ആ 7 സഭകൾക്കുള്ള മെസ്സേജിനകത്ത് 4 വ്യത്യസ്ത തലങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഉണ്ടായിരുന്ന 7 സഭകൾക്കുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനിമേൽ ഉണ്ടാകുന്ന എല്ലാ സഭകളിലും അങ്ങനത്തെ 7 ടൈപ്പ് ഓഫ് ചർച്ചുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സഭയുടെ 7 വ്യത്യസ്ത ഡിസ്പെൻസേഷനുകളും അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ വിശ്വാസിയുടെയും ആത്മീയ തലവും ഇതിലേതെങ്കിലും ഒരു 7 സഭകൾക്കുള്ള മെസ്സേജിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതങ്ങൾക്കകത്ത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം നമ്മൾ ആവർത്തിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഞാൻ പറഞ്ഞു എല്ലാം തന്നെ ഫ്യൂച്ചർ ഇവൻസ് ആണ്. അത് പഴയതിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ ആ ഭാഗം, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ നമ്മളിപ്പോൾ വായിച്ച ആ വചനഭാഗം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും കഴിഞ്ഞ എപ്പോഴോ കാലങ്ങളിൽ സംഭവിച്ച കാര്യമല്ല, ഇനി നമ്മുടെ കാലഘട്ടത്തിൽ എൻഡ് ടൈമിൽ സംഭവിക്കുന്ന ഒരു ഇവൻ്റാണത്.
താങ്ക് യു ജീസസ്. അപ്പോൾ ഈ അവസാന നാളുകളിൽ എന്താണ്? പിതാവ് സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവിടെ ഒരു സ്ക്രോള് പിതാവിൻ്റെ ഇരിക്കുന്നു. അവിടെ കൊല്ലപ്പെട്ട കുഞ്ഞാട് വരുന്നു. ആ കുഞ്ഞാടിൻ്റെ ശിരസിൽ 7 കൊമ്പുകളും 7 ഫേസിൽ എന്നുണ്ട് 7 കണ്ണുകളുമുണ്ട്. അത് ഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന സപ്താത്മാക്കളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് കുഞ്ഞാടിൻ്റെ ശിരസിലുള്ള അല്ലെങ്കിൽ ഫേസിലുള്ള 7 കണ്ണുകൾ അത് അയക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ നമുക്ക് വേഗം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഹോൺ അല്ലെങ്കിൽ കൊമ്പുകൾ, കുഞ്ഞാടിൻ്റെ ശിരസിൽ 7 കൊമ്പുകളുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോൺ അല്ലെങ്കിൽ കൊമ്പ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പവറിനെ സൂചിപ്പിക്കുന്നു, ശക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പം 7 എന്ന് പറയുന്ന നമ്പർ ഞാൻ നമ്മുടെ മെൻറ്ററിങ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദ നമ്പർ 7 റെപ്രസെൻറ്റ് കംപ്ലീറ്റ്നെസ്. നമ്പർ 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ന്യൂ ബിഗിനിങ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പോൾ ഇവിടെ 7 കൊമ്പുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അത് യേശു കർത്താവിൻ്റെ കംപ്ലീറ്റ് പവറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഹി ഹാസ് 7 ഹോൺസ്. നമ്പർ 7 റെപ്രസെൻറ്റ് കംപ്ലീറ്റ്നെസ്. ഹോൺ റെപ്രസെൻറ്റ് എന്താണ്? പവർ, ശക്തിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ശക്തിയും നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നു, എല്ലാ അധികാരവും ശക്തിയും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കുഞ്ഞാടിൻ്റെ ശിരസിലുള്ള 7 കൊമ്പുകൾ എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് പവർ ആൻഡ് അതോറിറ്റി ബിലോങ്സ് ടു ഹിം നൗ. ഹല്ലേലൂയ. 7 കണ്ണുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ണുകൾ എന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുമ്പോൾ അത് എന്താണ്? നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് നോളജ് അബൌട്ട് എവറിത്തിങ്. സോ കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ, വിജയം വരിച്ച കുഞ്ഞാടിന് ഇപ്പോൾ എന്തുണ്ട്? 7 കൊമ്പുകളുണ്ട്. 7 കൊമ്പുകൾ എന്ന് പറയുന്നത് എല്ലാ അധികാരവും ശക്തിയും ഇപ്പോൾ കുഞ്ഞാടിനുണ്ട്. രണ്ടെന്താണ്? 7 കണ്ണുകളുണ്ട്. അത് കുഞ്ഞാടിൻ്റെ സർവ്വ കംപ്ലീറ്റ് നോളജ്, ദൈവത്തിൻ്റെ നോളജ് ഇപ്പോൾ എന്തോ ആർക്കുണ്ട്? ശരിക്കും കുഞ്ഞാടിനുണ്ട്. അപ്പോൾ ഇത് ആർക്കുണ്ട്? ഇപ്പോൾ ഇത് യേശു എന്ന് പറയുന്ന നമ്മുടെ കർത്താവിന് ഇപ്പോൾ എന്തുണ്ട്? 7 ഹോണുമുണ്ട്, എല്ലാ അധികാരവുമുണ്ട്, 7 കണ്ണുകളുണ്ട്. അതെന്താണ് ശരിക്കും അവിടെ പറയുന്നു? ആ 7 കണ്ണുകൾ എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് അവിടെ തിരുവചനങ്ങളിൽ പറഞ്ഞു. അപ്പോൾ എല്ലാ അധികാരവും എല്ലാ അറിവും എന്താണ്? അതിപ്പോൾ ഈ എൻ ടൈമിൽ എൻ്റെ മേലും നിങ്ങളുടെ മേലും റിലീസ് ചെയ്യാൻ പോകുന്നു. ഓ ജീസസ്, ഐ താങ്ക് യു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, വെളിപ്പാട് ദിവസം 5-ാം അധ്യായം എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഇവൻ്റ് ആണ്. നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നു. സ്ക്രോള് തുറക്കുവാൻ വേണ്ടി യേശു കർത്താവ് അവിടെ അറക്കപ്പെട്ട കുഞ്ഞാടായി പിതാവിൻ്റെ മുമ്പിൽ വരാൻ പോകുന്നു. എന്നിട്ട് എന്താണ്? ആ കുഞ്ഞാടിന് 7 കൊമ്പുകളുണ്ട്, 7 കണ്ണുകളുണ്ട്. ഇതെന്താണ് ശരിക്കും? എല്ലാ അധികാരവും ശക്തിയും കുഞ്ഞാടിൻ്റെ എല്ലാ അറിവും, ദ കംപ്ലീറ്റ് പവർ, അതോറിറ്റി ആൻഡ് നോളജ് ഓഫ് ദ ലാം ഈസ് ഗോയിങ് ടു സെൻഡ് ഇൻ ടു ഓൾ ഓവർ ദ എർത്ത്. അത് ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നു. എങ്ങനെ അയക്കാൻ പോകുന്നത്? ത്രൂ ദ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് കുഞ്ഞാടിൻ്റെ എല്ലാ അധികാരവും ശക്തിയും കുഞ്ഞാടിൻ്റെ എല്ലാ നോളജും അവൻ്റെ ആ കംപ്ലീറ്റ് അതോറിറ്റി ആൻഡ് പവർ ഭൂമിയിലേക്ക് അയക്കാൻ പോവുക? അങ്ങനെ അയക്കുന്നത് ത്രൂ ദ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. സപ്താത്മാക്കളാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിന് ഇപ്പോൾ എന്തുണ്ട്? 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ഉണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഹി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോൾ യേശു കർത്താവിൻ്റെ 7 കണ്ണുകളുണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ് ദ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. അപ്പോൾ യേശു കർത്താവിൻ്റെ 7 സപ്താത്മാക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അതാണ് ശരിക്കും വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത്. ആ സപ്താത്മാക്കളെ യേശു കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു? ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നു. Oh Jesus, I thank you. Hallelujah. So these are the 7 spirits of God sent into all over the earth. ഭൂമി മുഴുവൻ സപ്താത്മാക്കളെ യേശു അയക്കാൻ പോകുന്നു. അതിന് കാരണം എന്താണ്? യേശു കർത്താവിന് ഇപ്പോൾ സപ്താത്മാക്കളെ അയക്കാനുള്ള അധികാരവും ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, അയക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇമെയിലൊക്കെ അയക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇമെയിൽ അയക്കുമ്പം ഇമെയിൽ അയക്കുന്ന ഒരു സെൻഡർ ഉണ്ടല്ലേ? അയക്കുന്ന ഒരാളുണ്ട്. അതോടൊപ്പം തന്നെ ഇമെയിലിൻ്റെ ടു അവിടെ നമ്മൾ ടു ജിയോ നസ്രത്ത്. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലെറ്റ് ഇറ്റ് ബി എ സീക്രട്ട്. ഓക്കെ. സോ ആ 2 എന്ന് പറയുന്ന ആ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു റിസീവറിൻ്റെ ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഒരു അയക്കുക എന്ന് പറയുമ്പോൾ അയക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അതോടൊപ്പം തന്നെ റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ നമ്മളൊരു ലെറ്റർ അയക്കുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു DD ചെക്കോ അയക്കുന്നു. ഓക്കെ, നമ്മൾ അയക്കുന്നു, വേറൊരാൾ എന്താണ് അത് റിസീവ് ചെയ്യുന്നു. അപ്പം ഇവിടെ പറയുന്നു കുഞ്ഞാടിൻ്റെ 7 കണ്ണുകൾ അതെന്താണ്? ഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന സപ്താത്മാക്കളാണ്. അപ്പം ഇപ്പോൾ കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാട്, വിജയം വരിച്ച കുഞ്ഞാട് ഭൂമിയിലേക്ക് എന്തയക്കുന്നു? 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡിനെ അയക്കുന്നു. അപ്പോൾ അത് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അത് റിസീവ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? സോ വി ആർ ദ റിസീവേഴ്സ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പോൾ ആരാണ് സപ്താത്മാക്കളെ റിസീവ് ചെയ്യാൻ പോകുന്നത്? ദ എൻഡ് ടൈം റെമനന്റ്. The end time army is going to receive the 7 spirits of God in the end time.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ എൻഡ് ടൈം. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചല്ല, ഇനിമേൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ടൈമിൽ അപ്പോയിന്റ് ചെയ്ത സമയത്ത് ഭൂമിയിലേക്ക് അറക്കപ്പെട്ട കുഞ്ഞാട്, ദ ലാം ദാറ്റ് വാസ് സ്ലെയിൻ, ഹു ഹാസ് ദ 7 horns and the 7 eyes, he is going to send the 7 spirits of God all over this earth. Hallelujah. അത് റിസീവ് ചെയ്യുന്ന ആരാണ്? Whoever is ready to receive. Hallelujah. End time remnant is going to receive the 7 spirits of God. The end time army is going to receive the 7 spirits of God. കാരണം സപ്താത്മാക്കൾ നിറഞ്ഞ് ഞാനും നിങ്ങളും we have to move and walk in this world in a mighty way the world has never seen. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു യേശു കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റ് എൻ ടൈമിൽ എന്താ ചെയ്യാൻ പോകുന്നത്? തൻ്റെ മണവാട്ടിയെ, തൻ്റെ എൻ ടൈം ആർമിയെ സപ്താത്മാക്കൾ കൊണ്ട് നിറയ്ക്കുവാൻ പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഏകദേശം ഒരു 4-5 ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഒരു ഗ്രേറ്റ് ഡാർക്ക്നെസ് ഈ ഭൂമി മുഴുവൻ വ്യാപിക്കാൻ പോകുന്നു. അപ്പോൾ ആ ഡാർക്ക്നെസ് വ്യാപിക്കും എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പാപം പെരുകുമെന്ന് പറഞ്ഞു. വ്യക്തികളുടെ ഉള്ളിൽ ഒരു ദൈവികമല്ലാത്ത ക്യാരക്ടറുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ഡിസെപ്ഷൻ ഇൻക്രീസ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലുള്ള വ്യാജ പ്രവാചകനിലൂടെ സംഭവിക്കുന്ന 7 കാര്യങ്ങൾ ആ ഡിസെപ്ഷൻ്റെ ക്ലൈമാക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു ആത്മീയ അന്ധകാരം ഈ ഭൂമി മുഴുവൻ നിറയുമ്പോൾ വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു, പിതാവായ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഗോഡ് ഈസ് ഗ്യാദറിംഗ് ദ റെമിനന്റ്. ഹല്ലേലൂയ. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, തൻ്റെ ബ്രൈഡിനെ, തൻ്റെ എൻ ടൈം ആർമിയെ കർത്താവ് എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ആത്മീയ ഗോളം കേരളത്തിലായാലും ലോകം മുഴുവനായാലും വളരെ കലുഷിതമാകുന്ന ഒരു സാഹചര്യമാണ്. ഹല്ലേലൂയ. പല ആൾക്കാരും ഈ വിശ്വാസം ഒക്കെ ഉപേക്ഷിക്കുന്ന രീതിയിലും ഒക്കെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഹല്ലേലൂയ. കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഈസ് ഡിസ്കണക്റ്റിംഗ് പീപ്പിൾ ഫ്രം എവറി ഡിനോമിനേഷൻ ആൻഡ് ഗ്യാദറിംഗ് ആൻ ആർമി, എ ബ്രൈഡ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, വ്യത്യസ്ത ഡിനോമിനേഷനുകൾ എടുക്കുമ്പോൾ ദൈവികമല്ലാത്ത പല പഠിപ്പീരുകളുണ്ട്, പല ഡോക്ട്രിൻസ് ഉണ്ട്. ഹല്ലേലൂയ. പക്ഷേ ബ്രൈഡ് എന്താണ്? കറയില്ലാത്തവളാകണം. ബ്രൈഡ് കളങ്കമില്ലാത്തവളാകണം. അപ്പോൾ വ്യാജമായ പൈശാചിക ദുരാത്മാക്കളുടെ ഡോക്ടറിനോട് ചേരുന്നവളാകരുത് ബ്രൈഡ്, എൻ്റെയും ആർമി. അപ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത്? ഗാഡ് ഈസ് ഡിസ്കണക്റ്റിംഗ് യു ഫ്രം വേരിയസ് പ്ലേസസ് ആൻഡ് ഗ്യാദറിംഗ് ദ ആർമി ഫോർ ദ എൻഡ് ടൈം, ദ റെമിനന്റ് ഫോർ ദ എൻഡ് ടൈം, ദ ബ്രൈഡ് ഫോർ ദ എൻഡ് ടൈം. അതോടൊപ്പം തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? ഹി ഈസ് ഓൾസോ ലിഫ്റ്റിംഗ് അപ്പ് ദ എൻഡ് ടൈം മിനിസ്ട്രീസ് ആൻഡ് ദ മിനിസ്ട്രീസ്. ഞാനത് നിങ്ങളോട് വിസ്തീരിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഹി ഈസ് ഓൾസോ എക്സ്പോസിംഗ് ദ ഫോൾസ് സെർവൻസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ആൻഡ് ഓൾസോ ഹല്ലേലൂയ, വ്യാജ വിശ്വാസികളെ, യേശുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെയും വിശുദ്ധിയുടെ നിറവുകളില്ലാത്ത വ്യാജ ഡോക്ടറിനുകളെ പിടിച്ച് നടക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യുന്നു? ആ തിന്മയ്ക്ക് വ്യാജ പ്രവാചകനാലും ആൻറ്റി ക്രൈസ്റ്റിനാലും വഞ്ചിക്കപ്പെടുവാൻ കർത്താവ് വിട്ടുകൊടുക്കും. അതിനാധാരമായിട്ട് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, എൻ ടൈം റെമിനന്റിന് എനിക്കും നിങ്ങൾക്കും വ്യത്യസ്ത കാര്യങ്ങൾ പിതാവ് ഓർഡൈൻ ചെയ്തിരിക്കുന്നു. അതിനകത്ത് പെർസിക്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് അവർ ഫെയ്ത്ത്ഫുൾനെസ് വിൽ ബി ടെസ്റ്റഡ് എന്ന് പറഞ്ഞു. മാർട്ടിഡം ഈസ് കമ്മിങ് എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? എ ഡയറക്റ്റ് ഫൈറ്റ് വിത്ത് ദ ഹോൾ ആർമി ഓഫ് ദ ഡെവിൾ ഈസ് ഓർഡൈൻ ഫോർ us. അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം? യേശു കർത്താവ് അറക്കപ്പെട്ട കുഞ്ഞാട്, ഹല്ലേലൂയ, who has the 7 horns and the 7 eyes is going to release the 7 spirits of God into the end time army, to the end time bride, to the end time remnant. എന്തിനാണ് ശരിക്കും? തൻ്റെ സഭയെ, തൻ്റെ മണവാട്ടിയെ സപ്താത്മാക്കളാൽ നിറച്ച് യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? മഹത്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എൻ ടൈമിൽ സപ്താത്മാക്കളെ, 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡിനെ കർത്താവ് റിലീസ് ചെയ്യുന്നത്? അതിന് കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. ദ ടൈം ഹാസ് കം ഫോർ ദ ബ്രൈഡ് ടു വാക്ക് ഇൻ ദ ഫുൾനെസ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി ഓഫ് ദ ലാം. നമുക്കറിയാം, കുഞ്ഞാടിൻ്റെ ശിരസിൽ 7 കൊമ്പുകളും അവന് 7 കണ്ണുകളുമുണ്ട്. ആ ഹോൺ എന്താണ്? അതോറിറ്റി ആൻഡ് പവർ. കണ്ണുകൾ എന്താണ്? ദ നോളജ് ഓഫ് ഗോഡ്, ദ കംപ്ലീറ്റ് നോളജ് ഓഫ് ഗോഡ്. അപ്പോൾ ആ അതോറിറ്റിയും ആ പവറും ആ നോളജും സപ്താത്മാക്കളിലൂടെ, 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡിലൂടെ എൻ ടൈം ബ്രൈഡിലേക്ക്, എൻ ടൈം റെമിനന്റിലേക്ക് കർത്താവ് നിറയ്ക്കുന്നു. അതിന് കാരണം ആ സപ്താത്മാക്കൾ നിറഞ്ഞ് ഹല്ലേലൂയ യേശുവിൻ്റെ മണവാട്ടി ഈ ഭൂമിയിൽ ശക്തിയോടും അധികാരത്തോടും വലിയ മഹത്വത്തോടും കൂടെ വെളിപ്പെടേണ്ട സമയമായി, പിതാവ് ഓർഡൈൻ ചെയ്ത സമയമായി. ഹല്ലേലൂയ. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇപ്പോൾ സപ്താത്മാക്കൾ എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് നമ്മൾ അല്പം ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ സപ്താത്മാക്കളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇന്ന് ഈ ഒരു വിഷയത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വ്യത്യസ്ത സ്റ്റേജസ് ഓഫ് എൻകൗണ്ടേഴ്സ് ഉണ്ട്.
ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും യേശുവിൻ്റെ എല്ലാ മക്കൾക്കും എന്താണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടറിനകത്ത് എന്തുണ്ട്, വ്യത്യസ്ത സ്റ്റേജുകളുണ്ട്. ഉദാഹരണമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സീലിംഗ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുക എന്ന് പറയുന്ന സ്റ്റേജ്. നമുക്കറിയാം എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നു, രക്ഷയുടെ സത്വാർത്തിയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും എന്താണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, യേശു കർത്താവാണെന്ന് ഒരു വ്യക്തി അതരം കൊണ്ടേറ്റ് പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനാലുള്ള ഒരു മുദ്രയിടൽ സംഭവിക്കുകയാണ്. അതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മൾ അവനിൽ എന്താണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമുക്ക് സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് സുവിശേഷത്തിനകത്ത് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും, അവിടെ 19 വാക്യങ്ങളിൽ പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ച നിങ്ങൾ, അവിടെ പറയുന്നു, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ വീണ്ടും ജനന അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനുള്ള മുദ്രയിടുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് സുവിശേഷത്തിലും കാണാൻ സാധിക്കും. ഇവിടെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് വീണ്ടും കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം, യേശു അവരുടെ മേൽ നിശ്വസിച്ചതിന് ശേഷം ഉടനെ ശിഷ്യന്മാർ തൻ്റെ ജോലിക്ക് വേണ്ടി ഇറങ്ങിയോ? ഹല്ലേലൂയ. അവരുടനെ പോയി സുവിശേഷ വേല ആരംഭിച്ചോ? ഇല്ല. അവർക്ക് എന്താണ്, സ്റ്റേജ് 2 ഉണ്ട്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, പരിശുദ്ധാത്മാവിനാലുള്ള മുദ്രയിടൽ സംഭവിക്കണം. അത് ആദ്യത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് ശരിക്കും? രണ്ടാമത്തെ സ്റ്റേജാണ് ശരിക്കും അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവിടെ പറയുന്നു, പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊത്ത് ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഹല്ലേലൂയ. അപ്പോൾ നേരത്തെ ആദ്യത്തെ സ്റ്റേജിൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു. അതെന്താണ്? ദ സീലിംഗ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനുള്ള മുദ്രയിടലാണ്. പക്ഷേ സുവിശേഷ വേല ആരംഭിക്കണമെങ്കിൽ, യേശു കർത്താവിൻ്റെ വർക്ക് ചെയ്യണമെങ്കിൽ ഇനി സ്റ്റേജ് 2 ഉണ്ട്. എന്താ രണ്ടാമത്തെ ഘട്ടം? ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനുള്ള സ്നാനമുണ്ട്. അതവിടെ പറയുന്നത്, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിനകത്ത് ലിറ്ററലി ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അവരുടെ മേൽ സംഭവിക്കുകയാണ്. അവിടെ അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. സോ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സീലിംഗ് ബൈ ദ ഹോളി സ്പിരിറ്റ്. സെക്കൻഡ് സ്റ്റേജ് എന്താണ് ശരിക്കും? ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസം സംഭവിക്കുമ്പോൾ എന്താണ്? ഭാഷകൾ വരും, പുതിയ ഭാഷകളിൽ സംസാരിക്കും.